ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാസിൻ മീഡിയാസ്. അപ്പോൾ ഇന്ന് നമ്മൾ പട്ടുപാവാടൻ്റെ ഈ പ്രിൻസസ് കട്ട് ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് കേട്ടോ നോക്കാൻ പോണത്. ഇത് ചെയ്തെടുക്കാനായി ഞാനൊരു 1.5 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. അതേ അളവ് തന്നെയാണ് ഞാൻ ലൈനിങ്ങും എടുത്തിട്ടുള്ളത്. ഇതിന് വേണ്ട എല്ലാ കട്ടിങ്ങും ഞാൻ ആദ്യം ഈ ലൈനിങ്ങിലാണ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷമാണ് ഈ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം ഞാൻ ഈ ലൈനിങ്ങിൻ്റെ തുണി നമ്മൾ സാധാരണ എല്ലാ ഡ്രസ്സും കട്ട് ചെയ്യാൻ ഇടണ മാതിരി 4 മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 10 ഇഞ്ച് വീതിയിലാണ് ഞാനിത് 4 മടക്കിയിട്ടുള്ളത്. ഒരു 15.5 ഇഞ്ചാണ് നമുക്ക് ഈ ബ്ലൗസിന് ലെങ്ത്ത് വരുന്നത്. ഞാനൊരു 17 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ഒരു 2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് മുകളിലും അടിയിലൊക്കെ തയ്യൽ തുമ്പ് പോകേണ്ട, അതിനായിട്ട് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ക്ലോത്തിൽ നിന്ന് ഈ 10 ഇഞ്ച് വീതിയും 17 ഇഞ്ച് നീളമുള്ള ഈ പീസ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അങ്ങനെ ഞാനിപ്പോൾ ആ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും അങ്ങനെ സെപ്പറേറ്റ് ആക്കി ഒന്ന് ഇട്ട് കൊടുക്കാം. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും സെപ്പറേറ്റ് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് അങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് കൊടുക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് മറ്റേ കട്ടിങ്ങിൻ്റെ കൂടെ തന്നെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒന്നിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നീങ്ങി പോകാതിരിക്കാനാണ് ഞാനിതിൽ ഈ പിന്നുകൾ കുത്തി കൊടുക്കുക. ഇങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് 2 പീസ് കട്ട് ചെയ്യുമ്പോൾ ഒരേ കറക്റ്റ് അളവ് തന്നെ കിട്ടും. മറ്റേത് ഒന്ന് കട്ട് ചെയ്യുമ്പോൾ മറ്റേതൊന്നിങ്ങനെ നീങ്ങിപ്പോയാൽ അതിൻ്റെ അളവുകൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഷോൾഡർ ഒരു 7 ഇഞ്ചോ നെക്ക് വിഡ്ത്ത് ഒരു 3.5 ഇഞ്ചോ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അടുത്തതായി നമുക്കിതിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് ഒരു 4.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കട്ടോ. അതുപോലെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഞാനൊരു 4 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തുന്നത്. അത്യാവശ്യം നല്ല ഇറക്കം ബാക്ക് നെക്കിനും കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗത്ത് 3.5 ഇഞ്ച് വിഡ്ത്തും 4.5 ഇഞ്ച് ലെങ്ത്തിലും നമുക്കൊരു ബോക്സ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ കർവ് ചെയ്താണ് നെക്ക് വരച്ചെടുക്കുന്നത്. നമ്മൾ ഈ വരച്ചെടുത്ത ഈ ബോക്സിൻ്റെ ഈ കോർണർ ഇവിടെ ഈ ഒരു 1.5 ഇഞ്ചിൽ ഇങ്ങനെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തി കൊടുക്കട്ടെ. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ഈ പോയിന്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുത്താൽ കറക്റ്റ് റൗണ്ട് നെക്ക് നമുക്ക് കിട്ടും. ഇനി ഇതിലൊരു 8 ഇഞ്ച് താഴായിട്ട് ഒരു 8.5 ഇഞ്ചിൽ നമുക്ക് ഇതിൻ്റെ ചെസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം ആ ഭാഗത്ത് ഒരു ബോക്സ് രൂപത്തിൽ ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുത്ത് അതിനുള്ളിലാണ് ആമോള് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ ഈ പ്രിൻസസ് കട്ടിന് വേണ്ട പോയിൻ്റാണ് അടയാളപ്പെടുത്തുന്നത്. ഒരു 9.5 ഇഞ്ച് താഴെയായിട്ട് ഒരു 4 ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അതേ 4 ഇഞ്ചിനെ ഞാൻ താഴെ വരെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ആമോളിൻ്റെ സെൻട്രലായിട്ട് ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അതായത് ആമോൾ ഇപ്പോൾ കിട്ടിയത് 10 ഇഞ്ചാണ്. അപ്പോൾ ഒരു 5 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുത്തുകൊണ്ട് അവിടുന്ന് നമ്മൾ ആ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ അതിലേക്ക് ഇതുപോലെ ഒന്ന് ഇങ്ങനെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടയാളപ്പെടുത്തിയ പോയിൻ്റൊക്കെ കൂടി ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ വരച്ചെടുത്ത ഭാഗങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഈ ഷോൾഡർ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തുകൊണ്ട് ഈ പോയിന്റിൽ നിന്ന് ഇതിലേക്കൊന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മളിപ്പോൾ വരച്ചെടുത്ത ഈ ഷോൾഡറിൻ്റെ ഭാഗം ബാക്കി വരച്ച ഭാഗങ്ങളൊക്കെ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ ഫ്രണ്ട് പീസ് മാത്രമേ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്ക് പീസ് അതിന് ശേഷം അതിൽ വരച്ചു കൊടുത്തുകൊണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഈ കട്ടിങ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ അടിഭാഗത്ത് ഒരു 1/2 ഇഞ്ച് അപ്പുറത്തേക്ക് വരച്ചു കൊടുത്തുകൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ഉള്ളിലോട്ടാക്കിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, കട്ട് ചെയ്ത് കളയണില്ല. ഇനി ഇതിൻ്റെ ഈ ബാക്ക് നെക്ക് ഇത് ഈ 4 ഇഞ്ചിലൊന്ന് അടയാളപ്പെടുത്തി ഒന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഈ ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ ഫ്രണ്ട് നെക്കിന് ചെയ്ത അതേ രീതിയിൽ ഒന്ന് വരച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും തമ്മിൽ ഒരു 1/2 ഇഞ്ചിൻ്റെ വ്യത്യാസമേ വരുന്നുള്ളൂ കേട്ടോ. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇനി ഇതിൻ്റെ ഈ ലൈനിങ് തന്നെ ഇതിൻ്റെ സ്ലീവിന് വേണ്ട പീസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിനൊരു പഫായിട്ട് നിൽക്കുന്ന സ്ലീവാണ് ചെയ്തെടുക്കുന്നത്. അതിനായി ഒരു 6 ഇഞ്ച് വീതിയും ഒരു മടക്കിടുമ്പോൾ ഒരു 7 ഇഞ്ച് നീളമുള്ള 2 പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത ആ പീസിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കാനായി ഒരു 6 ഇഞ്ച് വീതിയും മടക്കിയിട്ടപ്പോൾ 14 ഇഞ്ച് നീളമുള്ള 2 പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത ഈ പീസിൽ ഇങ്ങനെ ഒന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഇനി നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത ഈ 2 പീസ് ഇതുപോലെ ഒന്നിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിൽ സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാം.
ഞാൻ ഈ ഓരോന്നും കട്ട് ചെയ്യുമ്പോൾ ഈ പിന്ന് കുത്തി കൊടുക്കുന്നത് അത് കറക്റ്റായിട്ട് കിട്ടാനാണ് കേട്ടോ. നമുക്കിതിൻ്റെ ഈ ഭാഗത്ത് ആദ്യം ഈ ഒരു 4 ഇഞ്ച് ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം അവിടെ നിന്ന് ഒരു 9 ഇഞ്ച് നീളത്തിൽ വേറൊരു പോയിന്റ് കൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഇനി നമ്മൾ അടയാളപ്പെടുത്തിയ ആ പോയിന്റിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് താഴെയായിട്ട് ഇങ്ങനെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഈ അടയാളപ്പെടുത്തിയ 2.5 ഇഞ്ച് അടിയിലുണ്ടല്ലോ, ആ പോയിന്റിൽ നിന്ന് ആ 4 ഇഞ്ചിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഈ അടിഭാഗത്ത് ഞാനൊരു 1/2 ഇഞ്ച് വിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ വരച്ച ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്ലീവിൻ്റെ പീസുകളൊക്കെ ഈ ലൈനിങ്ങിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മെയിൻ ക്ലോത്തിൽ ഈ എല്ലാ പീസുകളും അതേ അളവ് തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ട എല്ലാ പീസും ഞാൻ മെയിൻ ക്ലോത്തിലും കട്ട് ചെയ്തെടുത്താണ് കേട്ടത്. രണ്ടിലും ഒരേ അളവ് തന്നെയാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ ഈ സെൻറ്ററിൽ വരുന്ന ഈ പീസുകളുണ്ടല്ലോ, അതിൻ്റെ ലൈനിങ്ങും ആ പീസും തമ്മിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ട് അതിൻ്റെ നല്ല ഭാഗം ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഈ നെക്കിൽ ഒരു 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടുകൊണ്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ ബാക്ക് പീസും ഒന്നിങ്ങനെ ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസിൻ്റെ നെക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബാക്ക് പീസിൻ്റെ ഈ സെൻറ്ററിൽ ഇതിൻ്റെ ഈ അടി വരെ 2 സ്റ്റിച്ച് ഇങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് സിബ് വെച്ച് കൊടുക്കാനുള്ള ആ ഭാഗമാണ് ഇങ്ങനെ അടി വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്ത് 2 പീസാക്കി എടുക്കാനുള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ ഈ എല്ലാ ഡ്രസ്സിനും ചെയ്യുന്ന മാതിരി തന്നെ ഈ നെക്കിൻ്റെ ഈ അരികൊക്കെ ഇങ്ങനെ ഒന്ന് കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മറിച്ചെടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടാനാണ് നമ്മൾ ഈ കട്ടിങ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പീസും അതേപോലെ തന്നെ ഒന്ന് കട്ടിങ് ഇട്ട് കൊടുത്തൊന്ന് മറിച്ചെടുക്കാം. അതിന് ശേഷം അതൊന്ന് പരത്തി സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട ചെയ്യേണ്ടത്. ബാക്ക് പീസ് നമ്മൾ കട്ടിങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മറിച്ചെടുക്കുക ചെയ്യണുള്ളൂ കേട്ടോ. ഇപ്പോൾ അത് പരത്തി സ്റ്റിച്ച് ചെയ്തെടുക്കണില്ല. അതിൻ്റെ ഷോൾഡർ യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്ക് പീസ് പരത്തി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ ഫ്രണ്ട് പീസ് ഇങ്ങനെ മറിച്ചെടുത്തതിന് ശേഷം ഈ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ബാക്ക് പീസ് കൂടി ഒന്ന് മറിച്ചെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ആ ഫ്രണ്ട് പീസിൻ്റെ നെക്ക് മാത്രം പരത്തി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടി ഒന്ന് ഷോൾഡർ യോജിപ്പിച്ചെടുക്കാം. അതിനായി ഈ 2 പീസിൻ്റെയും നല്ല ഭാഗം ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗം ഇതിങ്ങനെ ഒന്ന് മറിച്ച് കൊടുത്ത് ഈ ലൈനിങ്ങും ഒരുപോലെ വരുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തെടുത്താൽ എന്താ പറയുക, ഇതിൻ്റെ തയ്യൽ തുമ്പ് ഉള്ളിലോട്ട് പോകും. ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് നമുക്ക് പുറത്തോട്ട് കാണില്ല. ഷോൾഡറിൻ്റെ ആ ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഒന്ന് മറിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ആ തയ്യൽ തുമ്പ് ഉള്ളിലേക്കായി കിട്ടും. ഇനി നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് നിന്ന് തുടങ്ങിയതായി ഇതുപോലെ ഇങ്ങനെ അടിഭാഗം വരെ ഒന്ന് പരത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 ഭാഗം ഇതുപോലെ അടിഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ആ ഭാഗങ്ങളൊക്കെ പരത്തി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ 2 ഭാഗത്തും ഓരോ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ആ പീസുകൾ ഇതിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ആ പീസും അതിൻ്റെ ലൈനിങ്ങും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ഇത് കറക്റ്റായിട്ട് ഒന്ന് ഇങ്ങനെ പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഈ പീസിൻ്റെ ഈ ഭാഗത്ത് നിന്ന് തുടങ്ങി അടി വരെ ഒന്നിങ്ങനെ പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഈ അടിഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഏറെ ഞാൻ തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ചിലരിത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അടിയിൽ 1/2 ഇഞ്ച് കൂടി കട്ട് ചെയ്ത് കളയാണ് ചെയ്യാറ്. ഞാനിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് കയറ്റി സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യാറ്. അങ്ങനെ ഇതിൻ്റെ ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ആ പീസുകൾ ഇങ്ങനെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഈ ബാക്ക് ഭാഗത്ത് സിബ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇൻവിസിബിൾ സിബാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. സിബ് വെച്ച് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ ഇതുപോലെ ഒരു ചെറിയ പീസ് എടുത്ത് അത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്ത് ഇതിൻ്റെ ഈ അടിഭാഗത്ത് ഒരു 2 ഇഞ്ച് കയറ്റി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഇതുപോലെ ഇങ്ങനെ ഒരുപോലെ വെച്ച് കൊടുത്ത് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം സിബിൻ്റെ ഈ ഉള്ളിലോട്ട് വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്നിങ്ങനെ വെച്ച് കൊടുത്ത് ഇങ്ങനെ ഇതിൻ്റെ ഈ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ മറ്റേ ഭാഗത്തും ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. സിബ് അറ്റാച്ച് ചെയ്യുന്നത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ഒറ്റക്കുള്ളൊരു വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യേണ്ട കേട്ടോ.
ഇതിൻ്റെ കൂടെ ഓരോ ഭാഗം ഫുള്ളായിട്ട് കാണിക്കുമ്പോൾ നമുക്ക് വീഡിയോൻ്റെ ലെങ്ത്ത് ഒരുപാട് കൂടി പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു പോകുന്നത്. അതിൻ്റെ ഒറ്റക്കുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയിട്ട്. അങ്ങനെ നമ്മുടെ സിബിൻ്റെ ഈ ഭാഗത്ത് അതായത് ഇങ്ങനെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഈ ലോക്ക് ഉണ്ടല്ലോ, അത് ഇതുപോലെ പിടിച്ചൊന്ന് മുകളിലേക്കൊന്ന് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ അത് ഉള്ളിലേക്ക് ഇങ്ങനെ മറിഞ്ഞു പോകും. അപ്പോൾ കണ്ട സിബ് കറക്റ്റായിട്ട് കിട്ടിയത്. ഇത് മുകളിലേക്ക് വലിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ നല്ല ഭാഗം പുറത്തോട്ടും ചീത്ത ഭാഗം ഉള്ളിലേക്കായി കിട്ടും. ഇനി നമുക്കിതിന് വേണ്ട സ്ലീവാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അതിനായി ആദ്യം നമ്മൾ സ്ലീവിൻ്റെ പഫിനായിട്ട് കട്ട് ചെയ്ത് വെച്ച ഈ പീസുകളുണ്ടല്ലോ, അതിൻ്റെ ഈ പീസും അതിൻ്റെ ലൈനും കൂടി ഇതുപോലെ ഒന്നിങ്ങനെ ഇട്ട് കൊടുത്ത് ഇതിൻ്റെ ഈ അരികിലൂടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 പീസും അതേപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ആ 2 പീസിൻ്റെ ഒരു അരികിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് വിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ പീസ് ഉണ്ടല്ലോ നമ്മൾ പ്ലീറ്റ് ഇട്ടെടുക്കാനായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ ആദ്യം അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഈ ഭാഗത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് പ്ലീറ്റ് ഇട്ടെടുക്കാം. നമ്മൾ പഫിന് കട്ട് ചെയ്ത് വെച്ചാൽ ആ പീസിൻ്റെ അളവാവുന്നത് വരെയാണ് കേട്ടോ പ്ലീറ്റ് ഇട്ടെടുക്കേണ്ടത്. ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. 2 ഭാഗത്തേക്കും ഇതുപോലെ ഇങ്ങനെ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് ഞാൻ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ആ 2 പീസിൻ്റെ ആ ഭാഗത്ത് പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പഫിന് റെഡിയാക്കി വെച്ച ഈ പീസ് ഉണ്ടല്ലോ, അതിൻ്റെ ഈ ഉൾഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് ഈ പ്ലീറ്റ് ഇട്ട ഈ ഭാഗത അത് ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ഈ അരികിലൂടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ളിലുള്ളത് നീങ്ങി പോകാതിരിക്കാൻ ഇത് ഫുള്ളായിട്ടൊന്ന് പിന്ന് കുത്തി കൊടുക്കുകയാണ്. അതിന് ശേഷം അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആ ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ പിന്നൊക്കെ ഊരി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഉള്ളിൽ വെച്ച ആ പീസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പുറത്തോട്ട് വലിച്ചെടുത്താൽ മതി. അപ്പോൾ ആ സ്റ്റിച്ചൊന്നും കാണാതെ മറിഞ്ഞ് നല്ല രീതിയിൽ കിട്ടും. ഇനി ഈ പഫിൻ്റെ ഈ 2 അരികിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ ഇതിൻ്റെ ഈ ഭാഗത്ത് ഈ പ്ലീറ്റ് ഒന്ന് മറിച്ച് നമ്മൾ ആദ്യം പ്ലീറ്റ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് മറിച്ച് ഒന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ആ സ്ലീവിൻ്റെ അളവ് ആവുന്നത് വരെ അതിങ്ങനെ ഒന്ന് പ്ലീറ്റ് ഇട്ടെടുത്താൽ മതി. ഇങ്ങനെ മറിച്ച് പ്ലീറ്റ് ഇട്ടെടുത്താൽ അത് ഡ്രസ്സ് ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ആ പഫ് നല്ല രീതിയിൽ പൊന്തി നിൽക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഈ അരികിലൂടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ 2 സ്ലീവും ഞാൻ പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ബോഡി പാർട്ടിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇത് സാധാരണ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യണ അതേ രീതിയിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. 2 സ്ലീവ് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ ആ 2 സ്ലീവും ബോഡി പാർട്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഈ സ്ലീവിൻ്റെ ഈ ഭാഗത്ത് നിന്ന് തുടങ്ങി അടിഭാഗം വരെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ ഇതിൻ്റെ ഈ അടിഭാഗം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ സൈഡും അടിഭാഗം ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കാണുന്നേക്കാളും ഭംഗി ഉണ്ടായാലും ഇത് ഡ്രസ്സ് ചെയ്ത് കാണുമ്പോഴാണ്. അപ്പോഴാണ് അതിൻ്റെ ആ സ്ലീവിൻ്റെ ഒക്കെ ഭംഗി കറക്റ്റായിട്ട് കിട്ടുക. ഇത് പട്ടുപാവാടിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, കുട്ടികൾക്കൊക്കെ ഓണത്തിന് സെറ്റ് സാരി കൊടുക്കുമ്പോൾ അതിനും ബ്ലൗസായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോയെക്കുറിച്ചൊക്കെ എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ചാൽ മതി കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.